ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് 2025 നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് വളരെ വ്യക്തമായിട്ട് ചോദിക്കാം. ആൻഡ് ദി ചാപ്റ്റർ ഈസ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിലെ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഉണ്ടായിരുന്നത്? ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിക്കാം. വളരെ വ്യക്തമായിട്ട് പറയുന്നു, HCF of 98, 28 is M. LCM of 98 and 28 is N. അങ്ങനെയാണെങ്കിൽ N-7 M എന്ത്? ഫസ്റ്റ് ഓഫ് ഓൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. വി വാണ്ട് ടു ഫൈൻഡ് M ആൻഡ് N. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് N-7M കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ N-ഉം M-ഉം, അതായത് HCF വേണം, LCM വേണം. HCF LCM കാണാൻ വേണ്ടി ഞാൻ നേരത്തെ നമുക്കറിയാം 98-ൻ്റെയും അതുപോലെ തന്നെ 28-ൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുന്നു. 98-ൻ്റെ ഫാക്ടറൈസേഷൻ, hope you all know 98 it's an even number, so 2 പോകുന്നറിയാം. In 98 49 ടൈംസ് പോയി. ആൻഡ് നമുക്കറിയാം 7 പോവും 7 ടൈംസ്. അതാ 2 into 7 square. ഇതാണ് നമുക്കറിയാം 98 എന്ന് പറയുന്നത്. ഓൾസോ 28 ഇറ്റ്സ് ഓൾസോ an even number. 2 പോവും 14 ടൈംസ്, വീണ്ടും 2 പോയി 7 ടൈംസ്, അതായത് 2 square into 7. HCFും LCM വേണം. ഞാൻ നേരെ കമ്പ്യൂട്ട് ചെയ്യുന്നു. HCF ഓഫ് ദീസ് നമ്പേഴ്സ് എന്ത് വരും? കോമൺ ആയ നമ്പേഴ്സിനെ മാത്രം നോക്കുക. രണ്ടിലും കോമൺ, 2 കോമൺ ആണ് ആൻഡ് 7 കോമൺ ആണ്. കോമൺ ആയതിലെ ലീസ്റ്റ് പവർ നോക്കാം. എന്താ ലീസ്റ്റ് പവർ? അതായത് 2-ൻ്റെ ലീസ്റ്റ് പവർ. 2 സ്ക്വയറിന് 2 ഉണ്ട്. ആരാ ലീസ്റ്റ്? അത് 2 ആണെന്നറിയാം, 2 എഴുതി. ഇൻറ്റു 7 കോമൺ ആണ്, അതിൻ്റെ ലീസ്റ്റ് പവർ ആരാ? അത് 7 ആണെന്നറിയാം. സോ 2 into 7, the answer is 14. So HCF it is nothing but 14. നിങ്ങൾക്കറിയാം HCF ആരാ? HCF M ആണെന്നറിയാം, which means M എത്രയാ? M എന്ന് പറയുന്നത് 14 ആണെന്ന് മനസ്സിലായി. മുന്നോട്ട് പോകുന്നു. LCM വേണം. LCM എന്നാണെന്നറിയാം കേട്ടോ. സോ LCM എന്താ? LCM എന്ന് പറഞ്ഞാൽ കോമൺ ആയതിലെ ഹയസ്റ്റ് പവർ എഴുതുക. അതാ 2 കോമൺ ആണ്. 2-ലെ ഹയസ്റ്റ് പവർ ഇറ്റ് ഈസ് 2 സ്ക്വയർ. 2 സ്ക്വയർ ഞാൻ നേരെ 2 സ്ക്വയർ എഴുതി. ഇൻറ്റു 7 ഉണ്ട്, 7 സ്ക്വയർ ഉണ്ട്. ആരാണ് ഹയസ്റ്റ് പവർ? അത് 7 സ്ക്വയർ ആണ്. ഞാൻ നേരെ എഴുതി 7 സ്ക്വയർ. സോ 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ, അഥവാ 4 into 49 നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? 4 into 49. സോ 4 into 49 എല്ലാവരും കമ്പ്യൂട്ട് ചെയ്യുക. സോ ഗൈസ്, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ നേരെ തന്നെ 4 into 49 ചെയ്യുന്നു. 49 4s are. ഇനി ഇത് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഈസി എന്ന് പറയുന്നത് എത്ര പറയട്ടോ മക്കളെ? 50 ആക്കാം. 50 4s are 200. ഒരു 4 സബ്ട്രാക്ട് ചെയ്യാം. സോ 200 നിന്ന് 4 പോയ ബാക്കി എത്രയുണ്ട്? 196. അതാണ് ആൻസർ. അങ്ങനെയാണ് ഈസി കമ്പ്യൂട്ടേഷൻ. പക്ഷെ നമുക്ക് എന്താണ്, ഞാൻ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഇത് കാണിച്ചു തരാം. ഓക്കെ, സോ 4 into 9 it is 36. ആൻഡ് 4 into 4 it is 16. 16 plus 3 it is 19. കണ്ടോ? ദി ആൻസർ ഇസ് 196. ഇങ്ങനെ ചെയ്യാം. ബെറ്റർ വേസ് 50 into 4 it is 200. ആൻഡ് ഒരു -4 ചെയ്യാം, it is 196. സോ 196 കിട്ടി. ഇതാണ് മക്കളെ നമ്മുടെ N എന്ന് പറയുന്നത്. സോ N-ഉം കിട്ടി, M-ഉം കിട്ടി. ചോദ്യം എന്താ? ചോദ്യം N-7M. സോ N-7M ആണ് ക്വസ്റ്റ്യൻ. സോ N എന്ന് പറയുന്നത് 196 മൈനസ് 7 ടൈംസ് M. M എത്രയാ? M 14 ആണെന്നറിയാം. സോ 7 into 14 അതാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. 7 into 10 it is 70. 4 into 7 it is 28. So 70 plus 28 it is 98. That's it. So 196 minus 98. ഹോപ്പ് ഇത്രയ്ക്കും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. യാതൊരു സംശയവും ഇതിനകത്തില്ല. ഇനി എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരാം? 198 നമ്മൾ 196 നമ്മൾ 98 സബ്ട്രാക്ട് ചെയ്തു. സോ 196 നിന്ന് നമ്മൾ 96 ആണ് സബ്ട്രാക്ട് ചെയ്തിരുന്നെങ്കിൽ ദി ആൻസർ വിൽ ബി 100. 96 അല്ല, ഒരു 2 കൂടി ആഡ് ചെയ്യണം. സോ 100 നിന്ന് ഒരു 2 കുറയ്ക്കുക. ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് 98. സോ ഓപ്ഷൻ സി ആണ് മക്കളെ റൈറ്റ് ആൻസർ. ദി ആൻസർ ഇസ് 98. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ച ഈ ഒരു ചോദ്യം കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കലാവരും. ദി ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ് 70 and 125 ലീവിംഗ് റിമൈൻഡർ 5 and 8 റെസ്പെക്റ്റീവ്ലി. ഇനി ഞാൻ പൊതുവെ എപ്പോഴും എങ്ങനെ ചെയ്യാറ് നിങ്ങൾക്കറിയാമായിരിക്കും. HCF കണ്ടുപിടിക്കും. HCF ആണ് ആൻസർ ബേസിക്കലി. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉടായ്പും നിങ്ങൾക്ക് നോക്കാം. ഓപ്ഷൻസ് നമുക്കെന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ആലോചിക്കാം. അതായത് 13 കൊണ്ട് ഞാൻ 70യെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ വരാ? ഇറ്റ് വിൽ ബി 5. പക്ക 13നെ ഞാൻ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹോപ്പ് യു ഓൾ ഇറ്റ് ഈസ് 117. ആ കാണുന്ന കേസിൽ എന്താ റിമൈൻഡർ? ഇറ്റ് ഈസ് 8. അതും ശരിയാണ്. സോ കറക്റ്റ് എന്താണ്? ഇവിടെ അത് പോസിബിൾ ആണ്.
ഇനി ഈ കാണുന്ന കേസിൽ ഇത് പോസിബിൾ അല്ല. കാരണം എന്താ, 65 ഞാൻ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 70 ഞാൻ 65 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ശരിയാണ് 5 ആണ്. പക്ഷെ ഞാൻ 125 65 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 8 അല്ല. ഇനി വേറെ ആരും എന്താണ് HCF ആവില്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. അപ്പോൾ HCF നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ആസ് യൂഷ്വൽ വേ. അത് നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് ചോദ്യം നമ്മുടെ ബുക്കിനകത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് HCF കണ്ടുപിടിക്കുക, ഇതേ ചോദ്യം പോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്കിനകത്തുണ്ടെന്ന് കാര്യം എല്ലാവർക്കും അറിയാം. സോ ഇതിന്റെ HCF ആണ് ആൻസർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 13. നേരെ പോയി നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക എല്ലാവരും. ഇഫ് എക്സ് ഇസ് ദി LCM ഓഫ് 4, 6, 8. 4ന്റെയും 6ന്റെയും 8ന്റെയും LCM ആരാ? അത് എക്സ് ആണ്. എക്സ്. ആൻഡ് വൈ ഇസ് LCM ഓഫ് 3, 5, 7. 3യുടെയും 5ന്റെയും 7ന്റെയും LCM എത്രയാണ്? അത് y ആണ്. അപ്പോൾ എക്സും വൈയും രണ്ട് വേരിയബിൾസ്, അത് LCM ആണ് കേട്ടോ. ഞാൻ നേരത്തെ കണ്ടുപിടിക്കാൻ നോക്കാം. LCM ഓഫ് 4, 6, 8. 4ന്റെയും 6ന്റെയും 8ന്റെയും LCM ആണ്. വളരെ കോമൺ സെൻസ് ആണ്. ദി ആൻസർ വിൽ ബി 24. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് നേരത്തെ തന്നെ 4 2 സ്ക്വയർ ആണ്. ഇനി 6 2 × 3 ആണ്. ആൻഡ് 8 നമുക്ക് 2 സ്ക്വയർ 2 ക്യൂബ് ആണ്. 2 ക്യൂബ്. സോ LCM പറയുമ്പോൾ കോമൺ ആയതിൽ ഹയസ്റ്റ് പവർ ഇറ്റ് ഇസ് 2 ക്യൂബ്. നോക്കി 2 ആണ് കോമൺ. സോ 2 ക്യൂബ് × 3. ആൻഡ് നമുക്ക് എന്താണ് എവിടെയും ഇല്ലാത്ത കോമൺ അല്ലാത്ത ബാക്കി എല്ലാവരും എഴുതി വയ്ക്കുക. ആൻഡ് ഇറ്റ്സ് 3. സോ 2 ക്യൂബ് × 3. ദി ആൻസർ ഇസ് 8 × 3 24. ഇങ്ങനെ പറയാം. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതിന്റെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും അറിയാം. കോമൺ ആയി വരുന്ന ഫസ്റ്റ് നമ്പർ ആരാണ്? 24 ആണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഒരു മെത്തേഡ്. ആൻഡ് മുന്നോട്ട് പോയി 3, 5, 7. ഹോപ്പ് യു ഓൾ നോ ദേ ആർ പ്രൈം. ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ കാര്യം, ഇതിന്റെ LCM ആണ് എക്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് മക്കളെ എക്സ്. എക്സ് കിട്ടി. എക്സ് മാത്രം പോരാ, വൈ വേണം. വൈ എന്താ? വൈ ഇവന്റെ LCM ആണ്. ഇത് മൂന്നും പ്രൈം ആയതുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അതായിരിക്കും ഇതിന്റെ LCM. സോ വൈ എന്ന് പറഞ്ഞാൽ 3 × 5 × 7. ഓക്കെ, വിച്ച് മീൻസ് 7 × 5 it is 35. 35 × 3 it is 105. Yeah. ഇതാണ് വൈ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. ശ്രദ്ധിക്കലാവരും. അങ്ങനെ എക്സും വൈയും കിട്ടി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ? ഓ നോ. P is the LCM of x and y. എക്സിന്റെയും വൈയുടെയും LCM ആരാ? അത് P ആണ്. P is LCM of x and y. അങ്ങനെയാണെങ്കിൽ ഏതാണ് ട്രൂ? അപ്പോൾ എന്താ, നമുക്ക് എക്സിന്റെയും വൈൻ്റെയും LCM വേണം. അതായത് 24ന്റെയും 105ന്റെയും LCM ആണ് ആവശ്യം. ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ ഗൈസ്. LCM of 24 and 105. 105 അതിന് മാറ്റമില്ല. 3 × 5 × 7. ഞാൻ ബൈ ഫാക്ടറൈസേഷൻ എഴുതി 3 × 5 × 7. ആൻഡ് 24 ഉണ്ട്. 24 ബൈ ഫാക്ടറൈസേഷൻ ഹോപ്പ് യു ഓൾ നോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2 ക്യൂബ് × 3. സോ 8 × 3 ഇറ്റ് ഇസ് 24. ദാറ്റ്സ് ഇറ്റ്. സോ പിന്നെ LCM ആണ്. LCM എടുക്കാൻ വേണ്ടി കോമൺ ആയതിലെ ഹയസ്റ്റ് പവർ. കോമൺ ഇവിടെ 3 മാത്രമേ ഉള്ളൂ. പെട്ടു. 3 മാത്രം, അത് എഴുതി. ഇനി ബാക്കി എല്ലാവരും എഴുതാം. സോ ബാക്കി എന്തുണ്ട് ഇവിടെ? 2 ക്യൂബ് ഉണ്ട്, എഴുതി. പിന്നെ 5 ഉണ്ട്, അടിപൊളി. × 7 ഉണ്ട്. ഇതാണ് നമുക്ക് വരുന്നത്. സോ 3 × 7 ഇറ്റ് ഇസ് 21. × 8 × 5 ഇറ്റ് ഇസ് 40. സോ 21 × 40 ആണ് വരുന്നത്. 20 × 40 ഇറ്റ് ഇസ് 800. സോ × 1, so it's 840. Yeah. Okay, 21 × 40 it is same as 840. എന്ത് ചെയ്തു? ഞാൻ 21 × 4 ചെയ്തു. ഇറ്റ് ഇസ് 84. ഓക്കെ, 84നൊപ്പം എന്താണ് ഒരു 0 ഇട്ട് 840 എന്ന് കിട്ടി. അപ്പോൾ ഇവനാണ് P. കാരണം LCM ഓഫ് എക്സ് ആൻഡ് വൈ. ഇതാണ് എക്സ്, ഇതാണ് വൈ. സോ LCM ഓഫ് എക്സ് ആൻഡ് വൈ അതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? P എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ P എത്രയാ? P 840 ആണ്. P = 840. അങ്ങനെയാണെങ്കിൽ എനിക്കിവനെ എക്സിന് ടേംസിൽ റെപ്രസെന്റ് ചെയ്യണം. എക്സിന് ടേംസിൽ, അതല്ലെങ്കിൽ വൈയുടെ ടേംസിൽ. കണ്ടോ? P 35x, P 8x, അല്ലെങ്കിൽ P 4y, P 16y. അതായത് എക്സിൻ്റെയോ വൈയുടെ ടേംസിലേക്ക് എന്താണ് എനിക്ക് നമ്മുടെ Pനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കണം. ഞാൻ നേരെ ഓപ്ഷൻ എ പോയി. 35 × x. മക്കൾ എത്ര എക്സ്? x 24 ആണ്. x 24 ആണ്. അതായത് നിങ്ങൾ നോക്കേണ്ടത് 35 × 24. 35
ഇൻറ്റു 24 അഥവാ 35x ആണ് പറയുന്നത്. 35x ഈവൻ 840 ആണെങ്കിൽ വി ആർ ഡൺ, നമ്മൾ ഓക്കെയാണ്. സോ 35 24 ഇറ്റ് ഈസ് 1320. ഒബ്വിയസ്ലി ഇത് നമുക്ക് തരാണ്, നമുക്കിത് ലഭിച്ചു. 35 24 അത് 840 തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ നമുക്കിത് നേരെ ഞാൻ എൻ്റെ മൈൻഡ് കാൽക്കുലേഷൻ പറഞ്ഞതാണ്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. 20 and 12 14 0 it's 10 6 plus 1 7 plus it is 840. ശരിയാ. അതായത് 35x ആണിത്, ഈ കിടക്കുന്ന 840. സോ ഓപ്ഷൻ എ വിൽ ബി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ. നിങ്ങൾ ഇനി ഇതിനകത്ത് 4y കമ്പ്യൂട്ട് ചെയ്യും. 4y അതായത് y എത്രയാ? y 105 ആ. സോ 4y എന്ന് പറഞ്ഞാൽ 4 into 105 ഇറ്റ് ഇസ് 420. തെറ്റാ, നമുക്ക് എന്താ വേണ്ട? നമുക്ക് വേണ്ട 840. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് കമ്പ്യൂട്ട് ചെയ്ത് നോക്കണം. ഇവിടെ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ഓപ്ഷൻ എ ശരിയായി, അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഓപ്ഷൻ ഡി ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താനെ, നമ്മൾ ഓരോന്നും കമ്പ്യൂട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമുക്ക് നേരെ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റൻ എല്ലാവരും ശ്രദ്ധിക്കാം. ഫൈൻഡ് ദി സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ ബോത്ത് 644 ആൻഡ് 462. 644 കൊണ്ടും ആൻഡ് 462 കൊണ്ടും എനിക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ. ഇത് എല്ലാവരും നോക്കാം. ഇങ്ങനെ സ്മോളസ്റ്റ് നമ്പർ കാണുമ്പോൾ എല്ലാവരും മനസ്സിലേക്കും HCF. ചോദ്യം അതല്ല, ഏതോ ഒരു നമ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. 2 കൊണ്ടും 3 കൊണ്ടും എനിക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ അതാരാ? 6 ആണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്കെന്താ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ 6 കിട്ടിയ? വി ജസ്റ്റ് ഫൗണ്ട് ദി LCM ഓഫ് 2 and 3. അതാണ് ഇവിടുത്തെ ലോജിക്. എന്താ, ഇവിടെ ഒരു നമ്പർ ഉണ്ട് 644 ആൻഡ് നെക്സ്റ്റ് നമ്പർ ഉണ്ട് 462. എനിക്ക് ഈ രണ്ട് നമ്പേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ നമ്പർ ഉണ്ട്, വേറെ നമ്പർ ഉണ്ട്. അതെങ്ങനെ കിട്ടും? ജസ്റ്റ് ഫൈൻഡ് ദി LCM ഓഫ് ദീസ് നമ്പേഴ്സ്. നമ്മളെന്താ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ LCM കാണും, അതാണ് ആവശ്യം. നമ്മൾ നമ്മുടെ അസ്ത്ര ബാച്ചിനകത്ത് ഇൻ ഡെപ്തിൽ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യമാണത് ഈ കാണുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ഇവൻ്റെ LCM. ഇൻ ഡെപ്തിലാണ് നമ്മളെന്ത് അസ്ത്ര ബാച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബുക്കിനകത്തും ഇൻ ഡെപ്തിൽ ഒരുപാട് ചോദ്യം ഇതേ ടൈപ്പിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ 644 ആൻഡ് 462 എന്താണ് വരാം? 644 എല്ലാവരും ഫാക്ടറൈസ് ചെയ്യാം. 644 6 4 4 2 പോവും 3 times 2 2 വീണ്ടും 2 പോവും 3 1 times and 12 6 times 161 hope you all know 3 പോവില്ല 5 പോവില്ല and 7 പോവും. 2 times balance 221 3 times prime number ആയി മാറി. So 2 square into 7 into 3 2 square into 7 into 3 2 square into 23 not 3 it's 23 ഓക്കെ. ഞാൻ മുന്നോട്ട് പോകുന്നു. അടുത്തേക്ക് 462 462 ഞാൻ ഫാക്ടറൈസ് ചെയ്ത് 2 പോയി. 2 എത്ര ഉണ്ട് മക്കളെ? 2 എല്ലാവർക്കും അറിയാം. 4ൽ 2 times 6ൽ 3 times balance and 2ൽ 1 time 231 3 4 6 2 3 പോകുന്നറിയാം. 23ൽ 7 times balance 2 and 21ൽ 7 times 7 പോവും 11 times. So 2 into 3 into 7 into 11 2 into 3 into 7 into 11 വേണ്ടത് ഇതിൻ്റെ LCM. എന്ത് ചെയ്തു മക്കളെ? കോമൺ ആയതിൻ്റെ ഹയസ്റ്റ് പവർ. എല്ലാവരും നോക്കുക, കോമൺ ആയതിൻ്റെ ഹയസ്റ്റ് പവർ ആണ് എല്ലാവരും ഇവിടെ നോക്കേണ്ടത്. ആരെ കോമൺ? 2 കോമൺ ആണെന്നറിയാം, അതുപോലെ 7 കോമൺ ആണെന്നറിയാം. വേറെ ആരും കോമൺ ഉണ്ടോ? ഇല്ല. സോ കോമണിൻ്റെ ഹയസ്റ്റ് പവർ. സോ 2 into 2 സ്ക്വയർ ഉണ്ട്. ആരെ ഹയസ്റ്റ്? 2 സ്ക്വയർ ഇൻറ്റു 7ലെ കോമൺ 7 തന്നെയാണ്, അതിൽ മാറ്റില്ല. ഹയസ്റ്റ് എന്നാണ്, അത് 7 തന്നെയാണ്. നമ്മൾ അതവിടെ മാറ്റി വെച്ചു. ഇനി മുന്നോട്ട് പോയപ്പോൾ ബാക്കി എന്തുണ്ട് ഇവിടെ? 23 ഉണ്ട്, 3 ഉണ്ട്, 11 ഉണ്ട്. 23 ഉണ്ട് ഇൻറ്റു 3 ഉണ്ട് ഇൻറ്റു 11 ഉണ്ട്. എല്ലാവരും ഈ കാണുന്നത് കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ യു വിൽ റീച്ച് ദി ആൻസർ 21,252. ഇതാണ് മക്കളെ ഇതിൻ്റെ LCM ആയിട്ട് വരുന്നത്. സോ
the smallest number which is divisible by both 644 and 462, it is 21,252. ഇങ്ങനെയാണ് എല്ലാവരും കൺക്ലൂഷൻ എഴുതേണ്ടത്. ഓക്കെ, the smallest number divisible by 644 and 462 is ഏതാ 21,252. That's it. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ചോദ്യം മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിത് നേരെ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 2 numbers are in the ratio 4:5. മക്കളെ നമ്പേഴ്സ് ഏത് റേഷ്യോയിലാണ്? 4:5 ആണ്. ഞാൻ എടുത്തു എൻ്റെ ഫസ്റ്റ് നമ്പർ Q P, സെക്കൻഡ് നമ്പർ Q ആണെങ്കിൽ മക്കളെ ഇവരുടെ റേഷ്യോ 4:5 ആണ്. അതായത് നമ്പേഴ്സ് എന്തായിരിക്കും? 4x 5x ആയിരിക്കും. എപ്പോഴും റേഷ്യോ പറഞ്ഞാൽ ഒരു എക്സ് വെച്ച് കൊടുക്കാം കേട്ടോ. 4x 5x ആണ് നമ്പേഴ്സ്. ഹോപ്പ് യു ഓൾ നോ. ആൻഡ് ദർ HCF ഈസ് 11. HCF എത്രയാണ്? 11 ആണ്. നിങ്ങൾ പറയൂ, ഈ പിൻ്റെയും ക്യൂവിൻ്റെയും HCF എത്രയാണ്? കോമൺ ആയതിൻ്റെ ലീസ്റ്റ് ഫോർ. നിങ്ങൾ പറയൂ, ഇതിനകത്ത് ആരാ കോമൺ? എക്സ് മാത്രം കോമൺ അല്ലേ? അതായത് HCF ഓഫ് PQ ഇറ്റ് ഈസ് എക്സ് ആണെന്ന് പറയാം. ആൻഡ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് HCF ഇസ് 11. സോ എക്സ് ഈക്വൽ ടു 11. എക്സ് 11 ആണെങ്കിൽ therefore numbers are therefore P എത്രയാ മക്കളെ? 4 into x അഥവാ 4 into 11 44. ആൻഡ് Q എത്രയാണ്? 5 into 11 it is 55. സോ 44ഉം 55 ആണ് നമുക്ക് ലഭിച്ച നമ്മുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദെയർ LCM. ഈ കാണുന്ന നമ്പേഴ്സിൻ്റെ LCM ആണ് വേണ്ടത്. അതായത് 44ൻ്റെയും 55ൻ്റെയും LCM ആണ് അശാൻ, അഥവാ PQവിൻ്റെ LCM. P എന്ന് പറഞ്ഞാൽ ഹോപ്പ് യു ഓൾ നോ അത് 4 into 11 ആൻഡ് Q എന്താണ്? അത് 5 into 11. LCM നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും മക്കളെ? LCM എന്ന് പറഞ്ഞാൽ കോമൺ ആയതിൻ്റെ ഹയസ്റ്റ് പവർ. സോ 11ൻ്റെ ഹയസ്റ്റ് പവർ ഇറ്റ്സ് 11. ആൻഡ് വേറെ ആരും കോമൺ ഇല്ല. ഇറ്റ് ഈസ് 4 into 5 കിട്ടി. 4 into 5 20. 20 into 11 it is 220. സോ ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് 220. അപ്പോൾ ഇതിൻ്റെ LCM എത്രയാണ്? 220 ആണ് മക്കളെ. ഞാൻ നേരെ പോകുന്നു നെക്സ്റ്റ് വൺ. 3 set of physics, chemistry and mathematics books have to be stacked in such a way that all the books are stored subject wise. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത് വരും? ഇവിടെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ബുക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് സബ്ജക്റ്റ് വൈസ് സോർട്ട് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് അടക്കി പറക്കി എടുത്ത് വെക്കണം. പ്രത്യേകതയുണ്ട്. ഫിസിക്സ് ബുക്ക് ഫിസിക്സ് മാത്രം, അല്ലാണ്ട് കുറച്ച് ഫിസിക്സ് കുറച്ച് മാത്സ് കുറച്ച് ബയോളജി അങ്ങനെയല്ല. സോറി, കുറച്ച് ഫിസിക്സ് കുറച്ച് കെമിസ്ട്രി കുറച്ച് മാത്സ് അങ്ങനെയല്ല വേണ്ട. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് മാത്രം, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി മാത്രം, മാത്സ് ആണെങ്കിൽ മാത്സ് മാത്രം. അതാണെന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് ദി ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റാക്ക് സെയിം. ഹൈറ്റും സെയിം ആവണം. അതായത് ഇത് ഇവിടെ ഫിസിക്സ് ബുക്ക് ഇത്രയ്ക്കും മാത്സ് ഇത്രയ്ക്കും പാടില്ല. ഫിസിക്സ് ഇത്രയാണെങ്കിൽ മാത്സും ഇത്ര തന്നെ സെയിം ഹൈറ്റും ആയിരിക്കണം. ദി നമ്പർ ഓഫ് ഫിസിക്സ് ബുക്ക് ഈസ് 144. നമ്പർ ഓഫ് കെമിസ്ട്രി ബുക്ക് ഈസ് 180. ആൻഡ് നമ്പർ ഓഫ് മാത്തമാറ്റിക്സ് ബുക്ക് ഈസ് 192. അസ്യൂമിങ് ദാറ്റ് ദി ബുക്സ് ആർ ഓഫ് സെയിം തിക്നെസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കേ ഞാൻ ഫിസിക്സ് ബുക്ക് ഒരെണ്ണം എടുത്ത് ഇത്രയ്ക്കും, മാത്സ് ബുക്ക് ഒരു 10 ആവുമ്പോൾ ഇത്രയാവുള്ളൂ. അത് ശരിയാവില്ല. എല്ലാതും ഒരേ തിക്നെസ് ആണ് കേട്ടോ, സെയിം തിക്നെസ്. ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് സ്റ്റാക്സ് ഓഫ് ഫിസിക്സ്. അത് എത്ര സ്റ്റാക്ക് ഉണ്ട് നമുക്ക് ഫിസിക്സിൻ്റെ, എത്ര സ്റ്റാക്ക് ഉണ്ട് നമുക്ക് കെമിസ്ട്രിയുടെ, എത്ര സ്റ്റാക്ക് ഉണ്ട് നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ. എൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം, ഒറ്റ ക്വസ്റ്റ്യൻ. ഒരു സ്റ്റാക്കിൽ നമ്മളെന്താ ഇവിടെ കുറേ സ്റ്റാക്ക് ഉണ്ടാക്കാൻ പോകണ്ടോ? ഒറ്റ സ്റ്റാക്ക് നോക്കുകയാണെങ്കിൽ ആ കാണുന്ന സ്റ്റാക്ക് മാത്തമാറ്റിക്സ് ബുക്സ് ആണെങ്കിൽ ആ മാത്തമാറ്റിക്സ് ബുക്സിൻ്റെ ടോട്ടൽ എണ്ണം നമുക്കറിയാം. ഇറ്റ് ഈസ് എവിടെ 192. ആ സ്റ്റാക്കിനകത്ത് 192ക്കാളും കുറവ് ബുക്സാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. നമ്മൾ ടോട്ടൽ 192 ഒരു സ്റ്റാക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഫിസിക്സ് എന്നാണ് 144 ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു. അപ്പോൾ മാത്സ് എന്നാണ് ഒരു സ്റ്റാക്കാക്കി നമുക്ക് എന്താണ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്പിൾ സ്റ്റാക്ക് ആക്കേണ്ടി വരും. അപ്പോൾ ആ കാണുന്ന മൾട്ടിപ്പിൾ സ്റ്റാക്ക് ആക്കുമ്പോൾ അതിലത്തെ ഒരു ചെറിയ സ്റ്റാക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാക്കിനകത്ത് ആ കാണുന്ന അട്ടിക്കകത്ത് നമുക്ക് എന്താണ് എന്തായാലും 192 ബുക്സ് ഉണ്ടാവില്ല, അതിനേക്കാളും ലെസ്സർ ആയിരിക്കും. ഓക്കെ, സോ നമ്പർ ഓഫ് ബുക്സ് ഇൻ ഈച്ച് സ്റ്റാക്ക് വിൽ ബി ലെസ്സർ ദാൻ
192. സംശയമുണ്ടോ? ഇല്ല. ലെസ്സർ ആണെങ്കിൽ, കുറവാണെങ്കിൽ മക്കളെ എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾ ഈ ഒരു ഐഡിയയിൽ മാത്രം പഠിക്കുക. ലെസ്സർ ആണെങ്കിൽ ഓർത്ത് വെക്കുക. ഈ കാണുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കും HCF. ഇനി 192 മോർ ആയിരുന്നെങ്കിൽ ആൻസർ വരേണ്ടത് നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ LCM ഉപയോഗിക്കും. LCM ഉപയോഗിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് ക്ലാസ്സിൽ ചെയ്തിരുന്നു, അസ്ത്രാബാച്ച് ചെയ്തിരുന്നു. അതേപോലെ നമ്മുടെ ബുക്സിനകത്തുമുണ്ട്. ഇപ്പോൾ ഒരാൾ ഓടുന്നു, ഓട്ടത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വാക്കിംഗ്, അതുപോലെ തന്നെ സിഗ്നൽസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടേക്ക് എന്താണ് ടൈം കൂടുതലായിരുന്നു, LCM വന്നു. ഇവിടെ എന്താണ് സ്റ്റാക്സിൽ വരുമ്പോൾ സ്റ്റാക്സിലെ നമ്പർ ഓഫ് ബുക്സ് ഓൾവേസ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 192 വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? വി വിൽ യൂസ് HCF. വി ആർ ഗോയിങ് ടു ഫൈൻഡ് HCF of 144, 180 and 192. എല്ലാവരും ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. 144 2 72 times, 2 36, 2 18, 2 9, 3 3. So it is same as 1 2 3 4, 2 raised to 4 into 3 square. So 144 it is same as 2 raised to 4 into 3 square. അതിന് 180 കേട്ടോ മക്കളെ. 180 എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 290 ടൈംസ്, 245 ടൈംസ്, 5 9 ടൈംസ്. 3 പോലും അല്ലേ, 3 ടൈംസ്. 3 ടൈംസ്. സോ ദി ആൻസർ ഇസ് 2 square into 5 into 3 square. അഥവാ 2 square into 3 square into 5. Okay, and finally we have 192. So 192 ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്നുണ്ട് മക്കളെ. സോ നമുക്ക് 2 പോകും എന്തായാലും. എത്ര ഉണ്ട് മക്കളെ നോക്കിയാൽ 18 19 നമുക്കറിയാം 18. സോ 9 ടൈംസ് ബാലൻസ് 1, 12 6 ടൈംസ്. വീണ്ടും 2 പോട്ടോ. എത്ര ഉണ്ടാകുമ്പോൾ 9 4 ടൈംസ് and we have balance 1. 16 8 times. വീണ്ടും 2 പോയി, it is 24. വീണ്ടും 2 പോയി മക്കളെ 12 times. വീണ്ടും 2 പോയി 6 times and വീണ്ടും 2 പോയി 3 times. So 1 2 3 4 5 6, 2 raised to 6 into 3. ഇതാണ് ആൻസർ. ഇതാണ് 192 ഫാക്ടറൈസേഷൻ. നമുക്ക് പിന്നെ HCF വേണം. HCF ടു ഫൈൻഡ് HCF എന്താ ചെയ്യണ്ടേ? കോമൺ ആയതിൻ്റെ ലീസ്റ്റ് പവർ. 3ലും കോമൺ ആരാ? 2 മാത്രമാണ്. അല്ല, പിന്നെ ആരുണ്ട്? 3യും കോമൺ ആണ്. അപ്പോൾ കോമൺ ആയതിൻ്റെ ലീസ്റ്റ് പവർ എന്താ? കോമൺ ആയതിൻ്റെ ലീസ്റ്റ് പവർ വേണം എല്ലാവരും എഴുതാനായിട്ട്. സോ കോമൺ ആയതിൻ്റെ ലീസ്റ്റ് പവർ ആരാ? അതെല്ലാവർക്കും അറിയാം. അത് വളരെ വ്യക്തമായിട്ട് 2 ആണ് കോമൺ. ആൻഡ് ലീസ്റ്റ് പവർ ഇറ്റ് ഇസ് 2 സ്ക്വയർ ഇൻറ്റു 3യുടെ ലീസ്റ്റ് പവർ എത്ര നമുക്ക്? അത് 3 തന്നെയാണ് വരുന്നത്. സോ 3 2 സ്ക്വയർ 4 4 into 3 ദി ആൻസർ ഇസ് 12. സോ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി HCF 12 ആണെന്ന്. എന്താ എൻ്റെ മീനിങ്? ബേസിക്കലി മക്കളെ നമ്മളിപ്പോൾ കണ്ടാക്കുന്നത് നമ്പർ ഓഫ് ബുക്സിൻ്റെ HCF ആണ്. സോ ഇതിൻ്റെ മീനിങ് വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു സ്റ്റാക്കിനകത്ത് എത്ര ബുക്സ് ഉണ്ടാവും? 12 ബുക്സ് ഉണ്ടാവും. അതാണ് മീനിങ്. ഒരിക്കലും എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാക്സ് ഇസ് 12, അതല്ല മീനിങ്. എന്താ ഒരു സ്റ്റാക്കിനകത്ത് റൈറ്റ് നൗ വി ക്യാൻ സി 12 ബുക്സ്, അതാണ് മീനിങ് വരുന്നത്. ഓക്കെ, therefore number of stacks, so number of books in a stack is equal to 12. Okay, n dot its number ട്ടോ, നിങ്ങൾ നമ്പർ ആണ് ട്ടോ, നമ്പർ. അങ്ങനെയാണെങ്കിൽ therefore number of physics stack എന്ന് പറയുന്നത് total number of physics book it is 144. So 144 divided by 12 it is class 12. അടുത്ത് number of chemistry stack എത്രയാ? it is 180. total books 180 ആണ്. So 180 divided by 12. Hope you all know it is 15 1 times and balance 6 65 times 15. And finally number of mathematics stack
equal to class 192 divided by 12, it is 16. So ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് ഷാക്സ് കിട്ടി. ഫിസിക്സ് 12 ആണ്, കെമിസ്ട്രി 15 ആണ്, ആൻഡ് മാത്സ് 16 ആണ്. ദാറ്റ്സ് ദി ആൻസർ. ആൻഡ് ടോട്ടൽ എത്രയാണ്? ചില ടോട്ടൽ പോയി കേട്ടോ. സോ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഈസ് 12 plus 15, it is 27 plus 16, it is 43. That's it. Moving on to next one, last question. Prove that 4 root 2 plus 5 by 3 is an irrational number. Given that root 2 is irrational. വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റും. അതായത് let us assume that 4 root 2 plus 5 by 3 is rational. നമ്മൾ assume ഇത് rational ആണ്. Even rational number ആണെങ്കിൽ then 4 root 2 plus 5 by 3 will be of the form എന്തായിരിക്കും മക്കളെ? P by Q, where Q not equal to 0. P and Q are integers. ഒപ്പം തന്നെ പറയാം also P and Q are coprime. നമുക്കറിയാം ഇവനൊരു P by Q ഫോമാ. അതായത് 4 root 2 plus 5 by 3 ഒരു P by Q ആണ്. നമുക്ക് എന്താണ്? ഇവനാണ് ഒരു റാഷണൽ നമ്പർ റൂട്ട് 2. അവനെ മാത്രം ഒരു സൈഡാക്കാൻ വേണ്ടി 5 by 3 അപ്പുറത്ത് പോയിട്ടോ. സോ 4 root 2 equal to P by Q minus 5 by 3. എല്ലാവരും LCM എടുക്കാം. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 3P minus 5Q divided by 3Q. ഇതാണെന്ത് 4 root 2. ഞാൻ ഈ കാണുന്ന 4നെ ഇപ്പുറം കൊണ്ടുവന്നാൽ അത് ഇൻറ്റു 4 ആയിട്ട് മാറി ഇവിടെ. സോ 3 into 4 is 12. So root 2 equal to 3P minus 5Q divided by 12Q. ഇതാണ് സംഭവം. ഓക്കെ, ഇത് റൂട്ട് 2 കേട്ടോ. എല്ലാവരും റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. നിങ്ങൾക്കറിയാം പിയും ക്യൂവും ഇൻറ്റിജർ ആയതുകൊണ്ട് 3P minus 5Q എന്തായിരിക്കും? അത് ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, സിൻസ് P and Q are integers, since P and Q are integers, എന്ത് പറയാൻ പറ്റും? 3P minus 5Q and comma 12Q is an integer. ഇത് ഇൻറ്റിജർ ആയിരിക്കും. ഇവൻ രണ്ടുപേരും ഇൻറ്റിജർ ആണെങ്കിൽ ഇതിൻ്റെ ഫ്രാക്ഷൻ which implies 3P minus 5Q divided by 12Q is rational. നമുക്കറിയാം റാഷണൽ നമ്പർ ആണെങ്കിൽ P by Q ഫോർമാറ്റിൽ പിയും ഇതൊക്കെ, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റിജേഴ്സ് ആയിട്ട് വരുന്ന എല്ലാവരും എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇത് റാഷണലായി മാറി. ഇറ്റ് ഈസ് റാഷണൽ. ബട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായി? റാഷണൽ. ലെഫ്റ്റ് ഹാൻഡ് സൈഡോ? ഇറാഷണൽ. ബട്ട് വി നോ ദാറ്റ് root 2 is irrational. But it is given that root 2 is irrational. അപ്പോൾ എല്ലാവരും നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇറാഷണൽ, റൈറ്റ് ഹാൻഡ് സൈഡ് റാഷണൽ. അത് പോസിബിൾ ആണോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. Therefore our assumption is wrong, which means 4 root 2 plus 5 by 3 is irrational. That's it. കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും ഇതിൻ്റെ പ്രൂഫ് എഴുതേണ്ടത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എല്ലാവരും നോക്കാം. എന്താ വേണ്ടണ്ടായിരുന്നത്? എന്താ എഴുതേണ്ടത്? ഇത് പോസിബിൾ അല്ല. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ഫാക്ട് ദാറ്റ് നമ്മുടെ 4 root 2 plus 5 by 3 is rational. Therefore 4 root 2 plus 5 by 3 is an irrational number. That's it. ഇതാണ് നമ്മൾ 2025 CBSE ബോർഡ് എക്സാമിൽ തന്നെ ചോദ്യം. അപ്പോൾ എല്ലാവരും ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു. നമ്മൾ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡീൽ ചെയ്ത് നമ്മുടെ സെഷൻസ് ഈ ചാപ്റ്ററിൻ്റെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, ബൈ ആൻഡ് താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് Afnas AK from Xylem Learning. Bye.